എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അമ്മു എന്നോട് ചോദിക്കുന്നത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ദോശ വേണ്ടമ്മേ, എനിക്ക് മസാല ദോശ വേണമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി കളയാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്മാഷ്ഡ് പൊട്ടറ്റോ, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ ഇഞ്ചി കുനുകുന അരിഞ്ഞത്, ഗാർലിക് 4-5 ചുള വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 പച്ചമുളക്. എണ്ണ ചൂടായ പാനിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. അധികം മൂക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണിത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ചെറുതായിട്ടല്ല, നമുക്കൊരു കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞ സവാള ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് വാടി വരണം. അപ്പോൾ നമ്മുടെ സവാളയും ഒത്തിരി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. നമുക്കത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അമ്മുവിൻ്റെ എനി ഡേ ഫുഡാണ് മസാല ദോശ. ഓരോന്നിനും പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റും. മസാല ദോശ കഴിക്കണമെങ്കിൽ അവൾക്ക് ശരവണഭവൻ തന്നെ പോകണം. അരികെല്ലാം നല്ലവണ്ണം മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അമ്മുവിനിഷ്ടം. അവരുടെ ഇഷ്ടങ്ങൾ എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നന്നായി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്മാഷ്ഡ് പൊട്ടറ്റോ കൂടെ ഇട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ എൻ്റെ തുളസി ചായയും റെഡി ആയിട്ടുണ്ട്. ഡെയിലി രാവിലെ ഒരു തുളസി ചായ ഭയങ്കര റീഫ്രഷിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ചായയാണ് തുളസി ചായ. എ ഡേ സ്റ്റാർട്ട് വിത്ത് തുളസി ചായ ഇസ് വെരി റീഫ്രഷിംഗ് ആൻഡ് ഹെൽത്തി. അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പ്രോസസ്സ് തന്നെയാണ്, എന്നാലും ഞാനിവിടെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ചൂടായ പാനിലേക്ക് ദോശമാവ് കോരി ഒഴിച്ച് വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് അല്പം നെയ്യ് അതിൻ്റെ മുകളിൽ തൂകിക്കൊടുത്ത് നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മസാല കൂട്ട് വെച്ച് മടക്കിയെടുക്കാം. നന്നായി മൊരിഞ്ഞ ദോശയാണ് അമ്മൂന് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മസാല വെച്ചു. എന്നിട്ടതൊന്ന് മടക്കി കൊടുക്കുകയാണ്. 2 വേണമെങ്കിൽ 2 മടക്കാം. ഞാനിത് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദോശ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണത്. അങ്ങനെ രണ്ടാമത്തെ അമ്മൂന് കൊടുക്കാനായതുകൊണ്ട് ഞാൻ അതിലേക്ക് എല്ലാ ദോശയും നമുക്ക് ചേർക്കാറുണ്ട്. ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ നമുക്ക് ദോശ ഇതുപോലെ നെയ്യ് ചേർത്ത് കുട്ടികൾക്ക് നെയ്യ് കൊടുക്കണം എന്ന് തന്നെയാണ്. ഇതുപോലെ ക്രിസ്പിയായി തിന്നായിട്ട് നമ്മൾ പരത്തുന്നതിലാണ് നമ്മുടെ ക്രിസ്പിനെസ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ദോശയും ചുട്ടു. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ട് മസാല അകത്ത് വെച്ച് മസാല ദോശ റെഡിയാക്കാം. അപ്പോൾ മസാല ദോശയ്ക്ക് ശരവണഭവൻ വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്കിത് വീട്ടിലുണ്ടാക്കി കുട്ടികളെ ഹാപ്പി ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.
മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് കാണാം.